എത്രയും വേഗം ഈ ജ്യോതി പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. അകന്നിരിക്കുമ്പോഴാ അടുത്തിരിക്കുന്നതിനേക്കാളും ലവ് കൂടുന്നത്. എനിക്കിതുവരെ അവരിവിടുന്ന് മാറി താമസിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. എല്ലാരും കൂടി സന്തോഷത്തോടെ ഈ വീട്ടിൽ താമസിക്കണം. ഇതെല്ലാം അവരുടെയും കൂടിയല്ലേ. ഒരു വേർതിരിവും ഞാൻ ഇന്നേ വരെ അവരോട് കാണിച്ചിട്ടില്ല. അച്ഛനും അമ്മയില്ലാത്ത മക്കളല്ലെന്ന് കരുതി കൂടുതൽ സ്നേഹിച്ചു. എന്റെ അനിയന് കൊടുക്കേണ്ട സ്നേഹം പോലും അവർക്ക് കൊടുക്കുന്നുവെന്ന് അവൻ പോലും എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്. അവരുടെ സന്തോഷത്തിനു വേണ്ടിയാ ഇത്രയും കാലം ശിവയെ പോലും ഞാനിവിടുന്ന് മാറ്റി നിർത്തിയത്. എന്നിട്ടും അവർക്കിതൊന്നും മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ ഇത്രയ്ക്ക് ഇമോഷണൽ ആവേണ്ട ഒരു കാര്യവുമില്ല. ഓരോരുത്തർക്കും ഏറ്റവും കൂടുതൽ സ്നേഹം അവരവരോട് തന്നെയാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ഭാര്യയും ഭർത്താവും ബന്ധുക്കളും ഒക്കെ. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളെ പോലെ ചേട്ടാ കുടുംബങ്ങളും. മാറി താമസിക്കുമ്പോൾ അവരും വളരും. അവർക്ക് കുടുംബങ്ങളുണ്ടാവും, കുട്ടികളുണ്ടാവും, പുതിയ പുതിയ സന്തോഷങ്ങളുണ്ടാവും. അത് കണ്ട് സന്തോഷിക്കുന്നതല്ലേ ചേട്ടാ നല്ലത്. അതെ, നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ടൊരു കാര്യം പഠിപ്പിച്ചുതരാം. നിങ്ങൾ എന്റെ ഭർത്താവായതുകൊണ്ടല്ല, നിങ്ങള് ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് മാത്രം. സന്തോഷങ്ങള് ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല ചേട്ടാ. ആരിൽ നിന്നും വാങ്ങാനും പറ്റില്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ സ്വയം ഉണ്ടാവണം. അവരുടെ സന്തോഷം അവരുടെ കുടുംബം. നമ്മളൊക്കെ അതിന് വെളിയിലുള്ളവരാ. അത് തിരിച്ചറിയാൻ ശ്രമിച്ചാൽ മതി, എല്ലാം ശരിയായിക്കോളും. ബ്യൂട്ടിഫുൾ. നിന്റെ വൈഫ് എത്ര സൂപ്പർ ആയിട്ടാ കാര്യങ്ങൾ സംസാരിച്ചത്. ഇതുപോലൊരു വൈഫിനെ കിട്ടിയതേ നിനക്ക് ബെമ്പർ അടിച്ച പോലെയാടാ മോനെ. അവള് പറയുന്ന കേട്ട് ജീവിച്ചാലേ നീ രക്ഷപ്പെട്ടു മോനെ. അമ്മ എന്താ പറഞ്ഞു? അല്ല, അവള് പറഞ്ഞതൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞതാ. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പാ. ഒരിക്കലും തെറ്റിപ്പോകരുത്. എസ്കെയും ഡികെയും തമ്മിലുള്ള ആത്മബന്ധം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് അപ്പുറത്താ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അവര് തമ്മിലുള്ളത് രക്തബന്ധമാണ്. അതൊന്നും അറിയാതെയല്ല ഞങ്ങൾ സംസാരിച്ചത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് സംസാരിക്കുമ്പോ സൂക്ഷിക്കണമെന്ന്. ഡികെയുടെ മുന്നിൽ വെച്ച് എസ്കെയോ എസ്കെയുടെ മുന്നിൽ വെച്ച് ഡികെയോ കുറ്റപ്പെടുത്തരുത്, എതിർത്ത് സംസാരിക്കരുത്. അപ്പൊ പിന്നെ പറയാനുള്ളത് എങ്ങനെ പറയും? നയത്തില് പറയണം. എന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊരു തെറ്റ് സംഭവിച്ചു. അതെനിക്കിപ്പോഴാ മനസ്സിലായത്. നിങ്ങളൊരു കാര്യം തിരിച്ചറിഞ്ഞേ പറ്റൂ. നമ്മളല്ല അമരാവതിയുടെ അവകാശികൾ. ഡികെയും എസ്കെയുമാണ്. അപ്പോ മരിച്ചുപോയ ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരവകാശവും ഇല്ലേ? ഈ സ്വത്തെല്ലാം ഡികെ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയതാ. ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുൻപേ നിങ്ങളുടെ അമ്മ മരിച്ചുപോയി. അതുകൊണ്ട് ഇതാർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഡികെ മാത്രമാണ്. അപ്പൊ നമ്മൾ വീണ്ടും ശശിയായി. അതെങ്ങനെ? നിയമപരമായി നമുക്കും കൂടി അവകാശമുള്ള വീടാണിത്. അങ്ങനെ പൂർണ്ണമായും അവകാശമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ എതിർത്ത് സംസാരിച്ച ചിലപ്പോ നമുക്കിവിടുന്ന് പുറത്തു പോകേണ്ടി വരും.
അതുകൊണ്ട് നയത്തിൽ സംസാരിക്കണം. പക്ഷേ കാര്യങ്ങൾ വ്യക്തമായിരിക്കാൻ വേണം. ഇവരെ കൊണ്ടൊന്നും അതിന് സാധിക്കില്ല മായച്ചി. ശ്രീയേട്ടൻ വന്നാലേ അങ്ങനൊക്കെ സംസാരിക്കാൻ പറ്റൂ. ശ്രീയേട്ടൻ ഉടനെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജ്യോതി. നിയമപരമായി അവള് DKയുടെ ഭാര്യയാണ്. നമ്മൾ അവളെ അവഗണിക്കുന്നുവെന്നേ ഉള്ളൂ. നാളെ DKക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നിയമപരമായി ഇതിന്റെ മുഴുവൻ അവകാശി അവളായിരിക്കും. അതുകൊണ്ട് അവളെ വേണം ആദ്യം ഇവിടുന്ന് പുകച്ചു പുറത്തു ചാടിക്കാൻ. ജ്യോതിയുടെ കയ്യിൽ ഈ സ്വത്തെങ്ങാനും വന്നുപെട്ടാ നമ്മുടെ കാര്യം അതോടെ തീർന്നു. അല്ല, അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? TK സുപ്രിയാന്റിയുടെ സ്ഥാനത്ത് ജ്യോതിയെ കയറ്റിയിരുത്തോ? തൽക്കാലം അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വകയില്ല. പക്ഷേ നാളെ ഒരിക്കൽ അങ്ങനെ സംഭവിച്ചുകൂടായികയില്ല. അവൾ എന്നെ വെല്ലുവിളിച്ചത് വെറുതെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൾ ഏതാണ്ട് മനസ്സിൽ കരുതി തന്നെയാ അത് പറഞ്ഞത്. DKയുടെ മേൽ ജ്യോതിക്കൊരധികാരം ഉണ്ടാവുന്ന അവസ്ഥ വന്നാൽ പിന്നെ അവളായിരിക്കും ഈ വീട്ടിലെ മഹാറാണി. നമ്മളൊക്കെ വെറും പ്രജകളായിട്ട് മാറും. അവളുടെ ആജ്ഞ കേട്ട് അനുസരിക്കാൻ മാത്രമുള്ള പ്രജകൾ. അതുകൊണ്ട് അവളെ വനവാസത്തിന് അയച്ചേ പറ്റൂ. ജ്യോതി, ചായ കുടിക്ക്. എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? നിനക്കിതെന്തു പറ്റി? ലോകാവസാനം വല്ലതും വരാൻ പോവാ? അതോ ഇനി കാക്ക വല്ലതും മലർന്ന് പറക്കുന്നുണ്ടോ? എല്ലാ കാലവും കാക്ക ഇങ്ങനെ തന്നെ പറക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. ചിലപ്പോ ഇങ്ങനെ സംഭവിക്കാം. നീ കിന്നേരം പറയാതെ ചായ കുടിക്ക് പെണ്ണെ. നിനക്ക് ചായയുടെ കൂടെ കഴിക്കാൻ എന്താ വേണ്ടേ? സ്നാക്സ് വല്ലതും എടുക്കട്ടെ? എന്റെ പൊന്നു ചിത്രേ, നീ എന്നെ ഇങ്ങനെ ഞെട്ടിക്കല്ലേ. കാര്യം പറ, നിനക്കിത് എന്താ പറ്റിയേ? സാധാരണ എന്നോട് ശത്രുവിനെ പോലെ മാത്രം പെരുമാറുന്നവളാ നീ. ഇപ്പത് ചായ കൊണ്ടുവരുന്നു, സ്നാക്സ് വേണോന്ന് ചോദിക്കുന്നു. ഇങ്ങനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ നിനക്ക് എന്താ പറ്റിയത്? ഒരു ശത്രുതയും എന്നേക്കും കൊണ്ട് നടക്കാനുള്ളതല്ലെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ചിലതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് വൈകിയാണെന്നേ ഉള്ളൂ. നിന്റെ സംസാരം പോലും മാറിപ്പോയി. എനിക്കിത് വിശ്വസിക്കാമോ? നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇപ്പൊ ഞാൻ ഇങ്ങനെയാ. നിന്നോടുള്ള ശത്രുത മനസ്സിൽ നിന്ന് പോയപ്പോ ഉള്ളിന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ തോന്നുന്നത്. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? അപ്പോ ഇപ്പൊ നിനക്ക് എന്നോട് ശത്രുതയൊന്നുമില്ല? ഇല്ല, ബഹുമാനം മാത്രമേ ഉള്ളൂ. സത്യത്തില് നീ കാണിച്ച ധൈര്യം എന്നെ അത്ഭുതപ്പെടുത്തുക ജ്യോതി. SK തിരിച്ചു കൊണ്ടുവരാനും അയാളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും നീ കാണിച്ച ധൈര്യം അത് മറ്റൊരാളും കാണിക്കില്ല. സൂര്യ എന്നോട് നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴാ എനിക്ക് നിന്നെ മനസ്സിലായത്. നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ എന്നെ ഈ വീട് ഉപേക്ഷിച്ചു പോയേനെ. അതൊക്കെ ഒരുപാട് പ്രാവശ്യം എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയ അദൃശ്യമായ എന്തോ ഒരു ശക്തിയുണ്ട്. ദൈവങ്ങളുടെ തീരുമാനമാണോ അതോ സുപ്രിയയുടെ ആത്മാവിന്റെ ആഗ്രഹമാണോ അതൊന്നും എനിക്കറിയില്ല. DK നീയും വഴക്കൊക്കെ മാറി ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനാ എനിക്കിപ്പോ ഇഷ്ടം. അത് നടന്നത് തന്നെ.
നീ വിഷമിക്കേണ്ട ജ്യോതി. ഒരു ദിവസം DKക്ക് നിന്നെ മനസ്സിലാവും. എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല ചിത്ര. എന്നെങ്കിലും ഒരു ദിവസം എനിക്കിവിടുന്ന് പോയേണ്ടി വരുമെന്ന് തന്നെയാ എന്റെ ഉറച്ച വിശ്വാസം. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയല്ല. ഇതൊരു പ്രായശ്ചിത്തം കൂടിയാണെന്ന് കരുതിയാൽ മതി. പ്രായശ്ചിത്തം എന്തിന്? എന്റെ ഏട്ടൻ നിന്നോടും നിന്റെ അനിയത്തിയോടും ചെയ്ത തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. മനുഷ്യന്റെ വിധി ഇത്രേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും സംഭവിക്കുന്നതെല്ലാം നമ്മുടെ ബുദ്ധിയും മിടുക്കും കൊണ്ടാണെന്ന്. ജീവിതത്തിലുണ്ടാവുന്ന ചില ചെറിയ നേട്ടങ്ങളെ കരുതി നമ്മൾ ഒരുപാടങ്ങ് അഹങ്കരിക്കും. പക്ഷേ ഇതൊന്നും നമ്മുടെ മിടുക്കല്ലെന്ന് തിരിച്ചറിയാൻ മനുഷ്യർക്ക് കഴിയാറേയില്ല ചിത്ര. അമരാവതിയിലെ DKയുടെ ഭാര്യ. പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് അസൂയ തോന്നുന്നൊരു ജീവിതം, ഇഷ്ടംപോലെ പണം, സൗകര്യങ്ങൾ. DK പോലെ ഒരാളുടെ ഭാര്യ പദവി ഏത് പെണ്ണും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഈ വീട്ടിനുള്ളിൽ ഞാൻ അനുഭവിക്കുന്ന വീർപ്പുമുട്ടൽ, അപമാനം, കുറ്റപ്പെടുത്തൽ, അവഗണന, അഭിമാനം പോലും നഷ്ടപ്പെട്ട ജീവിതം. ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. എന്നായാലും അമരാവതിയിൽ നിന്നൊരു പടിയിറക്കം ഞാനതെപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം അത് ആഗ്രഹിച്ചിരുന്നില്ലേ ചിത്ര? സത്യ ജ്യോതി, ഞാനും അത് ആഗ്രഹിച്ചിരുന്നു. മായേച്ചിയും താരേച്ചിയും ഇപ്പോഴും അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് നീ എന്നും ഇവിടെ തന്നെ ഉണ്ടായിരിക്കണമെന്ന്. കയ്യിലിരിക്കുന്ന രത്നത്തിന്റെ വില അറിയാതെ എന്നോ നഷ്ടപ്പെട്ട സുപ്രിയന്റിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന DK എന്നെങ്കിലും നിന്റെ വില മനസ്സിലാക്കും. നിന്റെ ഉപമ കൊള്ളാം. ഈ ബേക്കറിക്കാരിയെ രത്നം എന്ന് വിളിച്ചത് നീ ഒരു പൊട്ടിയായതുകൊണ്ട്. ഞാനൊരു വെറും കരിങ്കട്ടയാ, ഒരു വിലയില്ലാത്ത വെറും കരിങ്കട്ട. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് നീ DKയുടെ ബർത്ത്ഡേക്ക് കേക്ക് കൊണ്ട് വന്ന ദിവസം. സ്ത്രീകളെ കുറിച്ച് മോശമായി പറഞ്ഞ DKയോട് നീ പ്രതികരിച്ചത്. നിന്റെ അമ്മയെ അപമാനിച്ചപ്പോ DKയുടെ മുഖത്ത് നീ കേക്ക് തേച്ചത്. പിന്നെ ഞങ്ങൾ DKയുടെ കല്യാണത്തിന് നടത്തിയ ഇന്റർവ്യൂല് വഴി തെറ്റി നീ വന്നു പെട്ടത്. ഇതൊന്നും വെറുതെ ആയിരുന്നില്ല ജ്യോതി. ദൈവത്തിന് ഓരോന്നിനും ഓരോ പ്ലാനുണ്ട്. നീ ഈ അമരാവതിയിലെ മരുമകളാകണമെന്ന് ദൈവം തീരുമാനിച്ചതാ. ഈ വീടിന്, സൂര്യക്ക്, SKക്ക് നീ രക്ഷകയാകണമെന്ന് കാലത്തിന്റെ വിധി തന്നെയാ. മേഴത്തൂർ സ്വാമികൾ പറഞ്ഞത് നേര് തന്നെയാ ജ്യോതി. അമരാവതിയുടെ ഐശ്വര്യം പുലരാൻ പോകുന്നത് നിന്നിലൂടെ തന്നെയാ. പോസ്റ്റ്. DKക്ക് ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. ഞാൻ DKയുടെ വൈഫാ. ഞാൻ ഒപ്പിട്ടെന്നാ മതിയോ? മതിയല്ലോ. ഇവിടെ നീ എന്തിനാ അത് പൊട്ടിച്ചത്? അതിനിപ്പോ എന്താ? DKക്ക് വരുന്ന കത്തുകൾ ഇവിടെ ആരും പൊട്ടിക്കാറില്ല. എന്റെ ഭർത്താവിന് വന്ന കത്ത് ഞാൻ പൊട്ടിക്കുന്നതിൽ എന്താ തെറ്റ്? നീ ഭാര്യയോ? വീട്ടു ജോലിക്കാർക്ക് ചില പരിധികളൊക്കെ ഉണ്ട്, അതിനപ്പുറം നീ പോണ്ട. ഇപ്പൊ നീ പറഞ്ഞതിന് മറുപടി പറയേണ്ടതേ എന്റെ ഈ കൈ കൊണ്ടാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാനത് വേണ്ടെന്ന് വെക്കുന്നത് എന്നോളം പ്രായമുള്ള മരുമകളെ ഞാൻ തല്ലിയെന്ന് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ. കേട്ടോടി. പിന്നെ ജോലിക്കാരിയായിട്ടാണെങ്കിലും അല്ലെങ്കിലും നിയമപരമായി DKയുടെ ഭാര്യയാണ് ഞാൻ.
എന്നോട് സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും ആ മിനിമം മര്യാദയെങ്കിലും കാണിക്കണം. ഇല്ലെങ്കിൽ എന്റെ കൈയുടെ ചൂട് നീ അറിയും. ഓഹോ, നീ അത്രയ്ക്കായോ? ബേക്കറിക്കാരി, എന്താ ഇവിടെ പ്രശ്നം? നിങ്ങൾ തമ്മിൽ എന്താ വഴക്ക്? എന്റെ ഭർത്താവിന് വന്നൊരു രജിസ്റ്റേർഡ് ഞാൻ ഒന്ന് പൊട്ടിച്ചത് ഇവക്ക് ഇഷ്ടപ്പെട്ടില്ല പോലും. അതല്ല ഡി കെക്ക് വരുന്ന കത്തുകള് ഞങ്ങൾ ആരും പൊട്ടിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഇവൾ എന്നെ വെല്ലുവിളിച്ചു. ഭർത്താവിന് വരുന്ന കത്ത് ഭാര്യ പൊട്ടിക്കും പോലും. മതി, ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു തർക്കം വേണ്ട. ഓരോരുത്തർക്കും അവരുടേതായ സ്വകാര്യതകളുണ്ട്. എന്ത് അവകാശത്തിന്റെ പേരിലായാലും അതിന്റെ പരിധി ലംഘിക്കരുത്. എന്റെ പേരിൽ വന്ന കത്ത് പൊട്ടിച്ചു വായിക്കാൻ നിനക്കെന്താ അധികാരം? നിങ്ങളുടെ ഭാര്യയാണ് ഞാൻ, അത് തന്നെ അവകാശം. മായേ, ജ്യോതിയെ ഞാനൊരു ഭാര്യയായി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഈ വീട്ടിലവൾ താമസിക്കുന്നത് ആ സ്ഥാനമുള്ളത് കൊണ്ടാണ്. അത് ഓർമ്മ വേണം. സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ആ ബഹുമാനം കാണിക്കണം. ഇപ്പൊ ഞാൻ കണ്ട കാഴ്ച ഇനി ആവർത്തിക്കരുത്. എന്ത് ഭംഗിയാ ശിവ ഇതിലൊക്കെ കാണാൻ. എത്ര ഹാപ്പിയാ ശിവയുടെ മുഖം. ശിവയുടെ മനസ്സിലിപ്പോഴും സ്റ്റേജ് ഷോസും ലൈംലൈറ്റും ആരവങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഇല്ലേ? തിരിച്ചു പോകാൻ തോന്നുന്നില്ലേ അവിടേക്കൊക്കെ? പഴയ കൂട്ടുകാർക്കും കയ്യടികൾക്കും അനുമോദനങ്ങൾക്കും നടുവിൽ ഒരിക്കൽ കൂടി നിൽക്കണമെന്ന് തോന്നുന്നില്ലേ? ജ്യോതി പറഞ്ഞത് ശരിയാ. ആളുകളുടെയും ആരവങ്ങളുടെയും നടുവിലായിരുന്നു ഞാനെപ്പോഴും. എന്നെ കേൾക്കാൻ, കാണാൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന പുരുഷാരം. ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്കുള്ള എന്റെ യാത്രകൾ എന്നെ കീഴടക്കിയ ലഹരികളായിരുന്നു അതൊക്കെ. പക്ഷേ അതൊന്നും ഇനി തിരിച്ചു കിട്ടില്ല ജ്യോതി. ആര് പറഞ്ഞു ശിവ പറ്റില്ലെന്ന്? ശിവക്ക് ഇനിയും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ മനസ്സ് വെക്കണം, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? കൂടെ എല്ലാവരും ഉണ്ട്. പക്ഷേ എന്റെ മനസ്സ് എന്റെ കൂടെ ഇല്ലല്ലോ. ആ ഭ്രാന്താശുപത്രിയിൽ ഏതൊരു റൂമിൽ അത് വീണുടഞ്ഞു പോയി. പിന്നെ ഒന്ന് പോ ശിവ. മനസ്സ് വീണുടയാൻ കണ്ടൊരു സ്ഥലമേ ഭ്രാന്താശുപത്രി. ശിവയുടെ മനസ്സ് ശിവയുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഒന്ന് പൊടി തട്ടി എടുത്താൽ മതി, എല്ലാം നേരെ ആയിക്കോളും. ശിവയെ തേടി ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ വരും. എനിക്ക് ആ പ്രതീക്ഷയില്ല ജ്യോതി. എന്റെ മനസ്സിൽ ഇപ്പൊ അതൊന്നുമില്ല. ഉറങ്ങാൻ കിടക്കുമ്പോ എന്തൊക്കെയോ ശബ്ദങ്ങളാ ചുറ്റിലും. ആരൊക്കെയോ നിന്ന് അലറി വിളിക്കുന്ന പോലെ. മനസ്സൊരിടത്തും ഉറച്ചു നിൽക്കുന്നേയില്ല.
സമുദ്രത്തിന്റെ മുകളിലൂടെ പറക്കുന്ന ഒരു പക്ഷിക്ക് ഒന്ന് വിശ്രമിക്കാനായിട്ട് ഒരു മരത്തിന്റെ ചില്ല പോലുമില്ല. ചുറ്റിലും വെള്ളവും മുകളിൽ ആകാശവും മാത്രം. എന്നിട്ടും ആ പക്ഷി ആ സമുദ്രത്തിന്റെ മറുകര തേടി പറക്കും. വെള്ളത്തിൽ വീണ് മരിച്ചു പോകുമോ എന്ന് ആ പക്ഷിക്ക് ആശങ്കയില്ല. കാരണം ആ പക്ഷിയുടെ വിശ്വാസം അതിന്റെ ചിറകുകളാ. പണ്ടെപ്പോഴോ സ്കൂളിലെ ടീച്ചർ പറഞ്ഞു കേട്ട കഥയാ. ശിവയുടെ കഴിവുകളിൽ ശിവയ്ക്ക് വിശ്വാസമുണ്ടോ? എങ്കിൽ ഇതെല്ലാം തിരിച്ചു വരും.